വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക്സ് എന്നുള്ളത് പാക്കേജസ്, SOT, VO, ലൈവ് ചാറ്റ്സ്, ഡോണറ്റ്സ്, വാക്ക് ത്രോ, ഇൻഫോഗ്രാഫിക്സ്, ന്യൂസ് ഗാദറിംഗ് പ്രോസസ്സ് എന്നീ ടോപ്പിക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജേർണലിസത്തിൽ പാക്കേജസ് എന്നുള്ളത് കോംപ്രഹെൻസീവാണ്. അതുപോലെ തന്നെ വെൽ റൗണ്ടഡ് ന്യൂസ് സ്റ്റോറീസാണ്, എസ്പെഷ്യലി ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ. ഈ ഒരു പാക്കേജസിൽ ഇൻക്ലൂഡാണ് നെറേറ്റീവ്, വീഡിയോ ഫുട്ടേജ്, ഇൻ്റർവ്യൂസ്, അതുപോലെ തന്നെ മറ്റുള്ള എലമെൻറ്റ്സ്. ഈ ഒരു പാക്കേജസ് എന്നുള്ളത് ടു പ്രൊവൈഡ് ആൻ ഇൻഡെപ്ത് ലുക്ക് അറ്റ് എ സ്പെസിഫിക് ടോപ്പിക്. ദേ ക്യാൻ ഓൾസോ റെഫർ ടു മീഡിയ കിറ്റ്സ് പ്രിപ്പയർഡ് ഫോർ ജേർണലിസ്റ്റിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു കിറ്റ്സാണ് ഈ ഒരു പാക്കേജസ് എന്നുള്ളത്. അതുപോലെ തന്നെ കണ്ടെയ്നിങ് നെസസറി ഇൻഫർമേഷൻ അബൌട്ട് എ സ്റ്റോറി ഓർ ഇവൻറ്റ്. ബ്രോഡ്കാസ്റ്റ് ന്യൂസ് പാക്കേജസ് എന്നുള്ളത് ഡെഫിനിഷൻ: എ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് പാക്കേജ് എന്നുള്ള ഈസ് എ റിപ്പോർട്ടേഴ്സ് ബേസിക് റിപ്പോർട്ട് ഫോർ ടെലിവിഷന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടേഴ്സിൻ്റെ ബേസിക് റിപ്പോർട്ടാണിത്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൻ ആങ്കർ ഓൺ സെറ്റ്. എലമെൻറ്റ്സ് എന്നുള്ളത് ദേ കോമ്പൈൻ നറേഷൻ, വീഡിയോ ഫുട്ടേജ്, ഇൻ്റർവ്യൂസ് ആൻഡ് സൗണ്ട് ടു ടെൽ എ സ്റ്റോറി. ഫോർമാറ്റ് എന്നുള്ളത് ക്യാൻ റേഞ്ച് ഫ്രം 1 to 2 minutes ലോങ് ഓർ ലോങ്ങർ, ലൈക്ക് ദോസ് ഫൗണ്ട് ഓൺ ഷോസ് ലൈക്ക് 60 minutes. An anchor typically introduces the package on set and the director then plays it. Donut nalladhu, if a reporter introduces the on broadcast news package in the field, it might be called a donut. SOT stands for sound on tape and it refers to audio recordings, often sound bites from interviews or events that are included in a news report. ഈ ഒരു ടേം എന്നുള്ളത് ലീഗസി ഫ്രം വെൻ ന്യൂസ് റൂംസ് യൂസ്ഡ് അനലോഗ് വീഡിയോ ടൈപ്പ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് എഡിറ്റിംഗ്. ബ്രോഡ്കാസ്റ്റ് ജേർണലിസത്തിൽ ഒരു ക്രൂഷ്യൽ പാർട്ടാണ് സൗണ്ട് ഓൺ ടേപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ആഡിങ് എ ഹ്യൂമൻ എലമെൻറ്റ് ആൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് കോഡ്സ് ഓർ പെർസ്പെക്റ്റീവ്സ് ഫ്രം ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റോറി. സൗണ്ട് ബൈറ്റ് എന്നുള്ളത് സൗണ്ട് ഓൺ ടൈപ്പ് ആർ ഓഫ്റ്റൻ യൂസ്ഡ് ടു ഇൻക്ലൂഡ് ഷോർട്ട് ഇമ്പാക്ട്ഫുൾ സൗണ്ട് ബൈറ്റ്സ് ഫ്രം ഇൻ്റർവ്യൂസ് ഓർ ഇവൻറ്റ്സ്. ഫീൽഡ് റെക്കോർഡിംഗ്, they are generally recorded in the field either during an interview or capturing the sounds of a specific Sound on tapes event. are integrated into news reports either as standalone sound bites or as part of a larger narrative, such as a voiceover with a sound on tape. Voiceover with a sound on tape is a news report where the anchor or reporter reads the story. Anchor ഇല്ലെങ്കിൽ reporter എന്ത് ചെയ്യും, സ്റ്റോറി റീഡ് ചെയ്യും. അതുപോലെ തന്നെ while the video plays and the report includes at least one sound on tape. VO stands for voiceover, a narration recorded separately from the visuals and played over video clips. പ്ലേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്സിൽ നിന്നും അതുപോലെ തന്നെ വിഷ്വൽസിൽ നിന്നും സെപ്പറേറ്റഡ് ആയിട്ടുള്ള നറേഷൻ റെക്കോർഡിനെയാണ് ഈ ഒരു വോയിസ് ഓവർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോമൺ ടെക്നിക് ഇൻ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം, പെർട്ടിക്കുലർലി ടെലിവിഷൻ ന്യൂസ് where anchors often deliver voice-over folders. വോയിസ് ഓവർ ആസ് നെറേഷൻ. എ വോയിസ് ഓവർ ഇസ് ദ നെറേഷൻ ഓഫ് എ വീഡിയോ സ്റ്റോറി. ഒരു വീഡിയോ സ്റ്റോറിയിലെ നെറേഷനാണ് വോയിസ് ഓവർ എന്നുള്ളത്. ഓഫ്റ്റൻ ഡെലിവേർഡ് ബൈ ദ ആങ്കർ ഓർ റിപ്പോർട്ടർ. ആങ്കർ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആയിരിക്കും ഇത് ഡെലിവർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വോയിസ് ഓവറിൻ്റെ പേർപ്പസ് എന്നുള്ളത് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ വിഷ്വൽസ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെൽ ദ സ്റ്റോറി വെൻ വീഡിയോ ഈസ് നോട്ട് അവൈലബിൾ. വീഡിയോ അവൈലബിൾ അല്ലാത്ത സമയത്ത് സ്റ്റോറി ടെൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വോയിസ് ഓവറിലൂടെ. വോയിസ് ഓവർ ഇൻ ന്യൂസ്. ഇൻ ടെലിവിഷൻ ന്യൂസ് വോയിസ് ഓവർ ആർ കോമൺലി യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ഓർ കമൻറ്റ് ഓൺ എ സ്റ്റോറി. വോയിസ് ഓവർ എന്നുള്ളത് കോമൺലി യൂസ് ചെയ്യുന്നുള്ളത് സ്റ്റോറിയിലെ കമൻറ്റ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിന് വേണ്ടിയിട്ടാണ്. ഓഫ്റ്റൻ വോയിസ് ഓവർ ആൻഡ് സൗണ്ട് ഓൺ ടാപ്പ്. വൈൽ വോയിസ് ഓവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നറേഷൻ. സൗണ്ട് ഓൺ ടാപ്പ് ഇസ് ദ റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ സൗണ്ടിൻ്റെ റെക്കോർഡിംഗ് ആണ് സൗണ്ട് ഓൺ ടാപ്പ് എന്നുള്ളത്. ഓർ വീഡിയോ, ആക്ച്വൽ സൗണ്ട് ഇല്ലെങ്കിൽ വീഡിയോൻ്റെ ആക്ച്വൽ സൗണ്ടിൻ്റെ ഇല്ലെങ്കിൽ ആക്ച്വൽ വീഡിയോൻ്റെ റെക്കോർഡിംഗ് ആണ് സൗണ്ട് ഓൺ ടേപ്പ് എന്നുള്ളത്. ഫ്രം ദ സീൻ ലൈക്ക് ആൻ ഇൻ്റർവ്യൂ പോലെയുള്ള സീനിൽ നിന്നുള്ള ആക്ച്വൽ സൗണ്ട് ഇല്ലെങ്കിൽ വീഡിയോയിൽ നിന്നുള്ള റെക്കോർഡാണ് സൗണ്ട് ഓൺ ടേപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ വോയിസ് ഓവർ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, നറേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്.
Donut can refer to two main things: a specific types of news interview format and a term used in a journalistic context to describe a particular type of media content. Is a studio interview where a studio presenter hands off to a reporter on location who interviews guests and then hands back to the studio. It can also refer to a pre-recorded commercial with a blank space in the center for inserting a specific message. Additionally, donate എന്നുള്ളത് യൂസ് ചെയ്യുന്നുള്ളത് in a wider journalistic context to represent the core of a story. ടെലിവിഷൻ ഇൻ്റർവ്യൂ എന്നുള്ളത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ടെലിവിഷൻ ന്യൂസ് എ ഡോണറ്റ് എന്നുള്ളത് ഇസ് എ സ്പെസിഫിക് ഇൻ്റർവ്യൂ സ്ട്രക്ചർ. ഇൻ്റർവ്യൂ സ്ട്രക്ചറിലുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ഡൊണറ്റ് എന്നുള്ളത്. ദ സ്റ്റുഡിയോ ആങ്കർ ഓർ പ്രസൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എ സ്റ്റോറി ആൻഡ് ദെൻ ഹാൻഡ്സ് ഇറ്റ് ഓഫ് ടു എ റിപ്പോർട്ടർ വോയിസ് ഓൺ ലൊക്കേഷൻ. ആ ഒരു ലൊക്കേഷനിലുള്ള റിപ്പോർട്ടറിന് ഹാൻഡ്സ് ഓഫ് ചെയ്യുന്നുണ്ട്. who then conducts interviews and reports back to the studio. The reporter essentially fill in the donut with their own location reporting and interviews. വാക്ക് ത്രൂ എന്നുള്ളത് റെഫർ ചെയ്യുന്നുണ്ട് ടു എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ ഓർ ഗൈഡ് ഓർ എ മെത്തേഡ് ഓഫ് ഒബ്സർവിങ് ആൻഡ് അനലൈസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഒബ്സർവ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡ് ബൈ മിമിക്കിങ് യൂസർ ഇൻട്രാക്ഷനെ മിമിക് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡാണ് വാക്ക് ത്രൂ എന്നുള്ളത്. ഇറ്റ് ക്യാൻ ഓൾസോ ഡിസ്ക്രൈബ് എ ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് പ്രാക്ടീസ് ഓഫ് സെൻഡിങ് റിപ്പോർട്ടേഴ്സ് ടു ഡീൽ വിത്ത് സ്റ്റോറീസ് ബ്രോട്ട് ടു ദം ബൈ ദ പബ്ലിഷ്. വാക്ക് ത്രൂ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്പ്ലെയിൻ എ കോംപ്ലക്സ് പ്രോസസ് ഇൻ എ ക്ലിയർ ആൻഡ് കോൺസൈസ് മാനർ. ക്ലിയർ ആയിട്ടുള്ളൊരു മാനറിൽ ഒരു കോംപ്ലക്സ് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാക്ക് ത്രൂ യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ബൈ ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു സ്മോളർ മാനേജബിൾ സ്റ്റെപ്സ്. ഈ ഒരു അപ്രോച്ച് എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് വാരിയസ് കോണ്ടെക്സ്റ്റിൽ ഇൻക്ലൂഡിങ് എക്സ്പ്ലെയിനിങ് എ ന്യൂസ് ഇവൻറ്റ്, എ ടെക്നോളജിക്കൽ പ്രോസസ്, ലീഗൽ പ്രൊസീജിയർ. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ ഈ ഒരു വാക്ക് ത്രൂ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് അനലൈസ് ചെയ്യാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാക്ക് ത്രൂ മെത്തേഡ് എന്നുള്ളത് യൂസ് ചെയ്യുന്നുണ്ട് റിസർച്ച് ടു അനലൈസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് സച്ച് എസ് ആപ്സ് ബൈ ഒബ്സർവിങ് യൂസർ ഇൻട്രാക്ഷൻസ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ ഫ്ലോ ഓഫ് ആക്ടിവിറ്റി. ഈ ഒരു ആപ്സിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇൻട്രാക്ഷൻസ്. ഈ ഒരു അപ്രോച്ച് അലോ ചെയ്യുന്നുണ്ട് റിസർച്ചേഴ്സിന് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ പ്ലാറ്റ്ഫോംസ് ഗൈഡ് യൂസേഴ്സ്. എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുള്ളത് എന്ന് മനസ്സിലാക്കാൻ റിസർച്ചേഴ്സിന് സാധിക്കുന്നുണ്ട് ഈ ഒരു അപ്രോച്ചിലൂടെ. അതുപോലെ തന്നെ ഷേപ്പ് ദർ എക്സ്പീരിയൻസ് പൊട്ടൻഷ്യലി ഇൻഫ്ലുവൻസ് ദർ ബിഹേവിയർ. ലോക്കൽ ന്യൂസ് പേപ്പർ വാക്കിൻസ്. ലോക്കൽ ജേർണലിസത്തിൽ എ വാക്കിൻ റെഫർ ചെയ്യുന്നുള്ളത് മെമ്പർ ഓഫ് ദ പബ്ലിക് who brings a story to a local newspaper. ആ ഒരു പബ്ലിക്കിലെ മെമ്പറാണ് എന്ത് ചെയ്യുന്നുള്ളത്, ലോക്കൽ ന്യൂസ് പേപ്പറിലേക്കുള്ള സ്റ്റോറി ബ്രിങ് ചെയ്യുന്നുള്ളത്. ഓഫ്റ്റൻ ഫോർ എ റിപ്പോർട്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ്. ദിസ് ക്യാൻ ബി എ വേ ഫോർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ഷെയർ ദർ സ്റ്റോറീസ്. ഇത് കാരണമായിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അവരുടെ സ്റ്റോറീസ് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഓഡിയൻസായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത്. ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത് വിഷ്വൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ്റെ ഒരു വിഷ്വൽ റിപ്രസെൻറ്റേഷനാണ് ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത്. ഡിസൈൻഡ് ടു മേക്ക് കോംപ്ലക്സ് ഡാറ്റ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ അറ്റ് ദ ഗ്ലാൻസ്. നമുക്കൊരു നോക്കൽ തന്നെ മനസ്സിലാക്കാൻ ഈസിലി ഒരു കോംപ്ലക്സ് ഡാറ്റ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത്. ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ജേർണലിസത്തിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ടു എൻഹാൻസ് സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻഗേജ് റീഡേഴ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻട്രിക്കേറ്റ് ടോപ്പിക്സ്, കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ജേർണലിസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത് ക്യാൻ ബി പെർട്ടിക്കുലർലി എഫക്റ്റീവ് ഇൻ ഓൺലൈൻ ജേർണലിസത്തിലാണ് പെർട്ടിക്കുലർലി എഫക്റ്റീവ് ആണെന്നുള്ളത്. ഓർ അറ്റൻഷൻ സ്പാൻസ് ആർ ഷോർട്ടർ. എങ്ങനെയാണ് ജേർണലിസത്തിൽ ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ടു ഇല്ലുസ്ട്രേറ്റ് കീ പോയിൻറ്റ്സ് ഇൻ എ സ്റ്റോറി. പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ വിഷ്വൽ കോണ്ടെക്സ്റ്റ് ദാറ്റ് കോംപ്ലിമെൻറ്റ്സ് ടെക്സ്റ്റ്. ഡാറ്റ വിഷ്വലൈസേഷൻ എന്നുള്ളത് ദേ ക്യാൻ ട്രാൻസ്ഫോം കോംപ്ലക്സ് ഡാറ്റ ഇൻ ടു ഈസിലി ഡൈജസ്റ്റബിൾ ചാർട്ട്സ്,
ഗ്രാഫ്സ് ആൻഡ് മാപ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ഡാറ്റാനെ ഈസിലി ഡൈജസ്റ്റബിൾ ആവുന്ന രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഡേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദ വിഷ്വൽ നാച്ചർ ഓഫ് ഇൻഫോഗ്രാഫിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപ്ചർ റീഡർ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആൻഡ് മേക്ക് ദം മോർ ലൈക്ലി ടു എക്സ്പ്ലോർ ദ ഇൻഫോർമേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. കോംപ്ലക്സ് കൺസെപ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത്. ഇൻഫോഗ്രാഫിക്സ് ക്യാൻ സിംപ്ലിഫൈ ഇൻട്രിക്കേറ്റ് സബ്ജക്റ്റ് മേക്കിംഗ് ദ മോർ ആക്സസിബിൾ ടു എ വൈഡർ ഓഡിയൻസ്. ഇൻട്രിക്കേറ്റ് സബ്ജക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫോഗ്രാഫിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഷെയറിംഗ് എന്നുള്ളത്, ഒരുപാട് ഇൻഫോഗ്രാഫിക്സ് ഡിസൈൻ ടു ബി എ ഷെയർഡ് ഓൺ സോഷ്യൽ മീഡിയ, ഫർദർ എക്സ്പാൻഡിങ് ദർ റീച്ച്. ജേർണലിസത്തിൽ ഇൻഫോഗ്രാഫിക്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് എന്നുള്ളത്, ന്യൂയോർക്ക് ടൈംസ് ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെന്ന് വെച്ചാൽ ടു എക്സ്പ്ലെയിൻ കോംപ്ലക്സ് ഇഷ്യൂസ് ലൈക്ക് ദ COVID-19 പാൻഡമിക്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എലക്ഷൻസ്, ഇങ്ങനെയുള്ള കോംപ്ലക്സ് ഇഷ്യൂസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. USA ടുഡേ ഓഫ്റ്റൺ യൂസ് ചെയ്യുന്നുണ്ട് ഇൻഫോഗ്രാഫിക്സ് ടു പ്രസൻറ്റ് ഡാറ്റ ഓൺ എക്കണോമിക് ട്രെൻഡ്സ്, സ്പോർട്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ പോളിംഗ്. അതർ ന്യൂ ഔട്ട്ലെറ്റ്സ്, മെനി അതർ ന്യൂ ഓർഗനൈസേഷൻ ബോത്ത് പ്രിൻ്റ് ആൻഡ് ഓൺലൈൻ ഇൻകോപ്പറേറ്റ് ഇൻഫോഗ്രാഫിക്സ് ടു എൻഹാൻസ് റിപ്പോർട്ടിംഗ്. അവരുടെ റിപ്പോർട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോഗ്രാഫിക്സിനെ ഒന്നിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജേർണലിസത്തിൽ ഇൻഫോഗ്രാഫിക്സ് യൂസ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളത് എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഫോഗ്രാഫിക്സ് ക്യാൻ മേക്ക് സ്റ്റോറീസ് മോർ എൻഗേജിങ് ആൻഡ് ഇൻട്രാക്റ്റീവ് ഫോർ റീഡേഴ്സിനെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇംപ്രൂവ്ഡ് കോംപ്രഹെൻഷൻ, വിഷ്വൽ റിപ്രസെൻറ്റേഷൻ ക്യാൻ മേക്ക് കോംപ്ലക്സ് ഇൻഫർമേഷൻ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. കോംപ്ലക്സ് ഇൻഫർമേഷന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷ്വൽ റിപ്രസെൻറ്റേഷൻ ക്രെഡിബിലിറ്റി. ഇൻഫോഗ്രാഫിക്സ് എന്നുള്ളത് ക്യാൻ ലെൻഡ് ക്രെഡിബിലിറ്റി ടു സ്റ്റോറീസ് ബൈ പ്രസൻറ്റിംഗ് ഡാറ്റ ആൻഡ് അനാലിസിസ് ഇൻ എ ക്ലിയർ ആൻഡ് കോൺസൈസ് വേ. ഗ്രേറ്റർ റീച്ച്, ഇൻഫോഗ്രാഫിക്സ് ഷെയർഡ് ഓൺ സോഷ്യൽ മീഡിയ എന്നുള്ളത് എക്സ്പാൻഡ് ദ റീച്ച് ഓഫ് ന്യൂസ് സ്റ്റോറീസിൻ്റെ ആ ഒരു റീച്ച് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂസ് ഗാദറിംഗ് പ്രോസസ് ഇൻ ജേർണലിസം ഇൻവോൾവ് ചെയ്യുന്നുള്ളത് കളക്ടിങ് ഇൻഫോർമേഷൻ ഫ്രം വാരിയസ് സോഴ്സസ് ഇൻക്ലൂഡിംഗ് പീപ്പിൾ, ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് ടു ക്രിയേറ്റ് ന്യൂസ് സ്റ്റോറീസ്. ജേർണലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് മെത്തേഡ്സ് ലൈക്ക് ഒബ്സർവേഷൻ, ഇൻ്റർവ്യൂസ് ആൻഡ് റിസർച്ച് ടു ഗ്യാദർ ഡാറ്റ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച്, ഇൻ്റർവ്യൂസ്, ഒബ്സർവേഷൻ ഇങ്ങനെയുള്ള മെത്തേഡ്സൊക്കെ ജേർണലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഈസ് ദെൻ വെരിഫൈഡ് ആൻഡ് പ്രോസസ്ഡ് ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് എൻഗേജിങ് ന്യൂസ്. The process also include planning coverage, assigning teams, structuring packages, and monitoring the vibe. Identifying potential stories, sourcing ideas. Journalists identify ചെയ്യുന്നുണ്ട് potential news stories from various sources including tips from the public, press releases, and monitoring news agencies and social media. News organization plan how to cover potential stories considering factors like audience interest and the importance of the event. Journalists are assigned to specific stories or areas of coverage based on their expertise and the needs of the news organization. ഗാദറിങ് ഇൻഫർമേഷൻ എന്നുള്ളത് ഒബ്സർവേഷൻ, ജേർണലിസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇവൻറ്റ്സ്, പീപ്പിൾ ആൻഡ് പ്ലേസസ് ഫസ്റ്റ് ഹാൻഡ് ടു ഗാദർ ഇൻഫർമേഷൻ. ജേർണലിസ്റ്റ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് വിത്ത് ഇൻഡിവിജ്വൽസ്, എക്സ്പേർട്സ് ആൻഡ് സോഴ്സസ് ടു ഗ്യാദർ ഇൻഫർമേഷൻ ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ്. പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജേർണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് നടത്തുന്നുണ്ട് യൂസിങ് വേരിയസ് സോഴ്സസ് ലൈക്ക് പബ്ലിക് റെക്കോർഡ്സ്, ഡാറ്റാബേസസ് ആൻഡ് ഓൺലൈൻ റിസോഴ്സസ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ സ്റ്റോറി. ഒരു സ്റ്റോറീൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ റിസോഴ്സും അതുപോലെ തന്നെ ഡാറ്റാബേസ് ഇങ്ങനെയുള്ള വേരിയസ് സോഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ളത് ജേർണലിസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടെലിഫോൺ കോൺവെർസേഷൻ വിത്ത് സോഴ്സസ് to gather information or confirm details. Press releases എന്നുള്ളത് journalists may rely on information provided by public relations organization or government agencies. പബ്ലിക് റിലേഷനുള്ള ഓർഗനൈസേഷന് അതുപോലെ തന്നെ ഗവൺമെൻറ് ഏജൻസീനെയൊക്കെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജേർണലിസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് പ്രോസസ്സിംഗ് എന്നുള്ളത് വെരിഫിക്കേഷൻ, ജേർണലിസ്റ്റ് വെരിഫൈ ചെയ്യുന്നുണ്ട് ആക്യുറസി, റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് ടു എൻഷുർ ട്രസ്റ്റ് വർത്തിനെസ്.
ട്രസ്റ്റ് വർത്തിനെസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ സോഴ്സസിൽ നിന്നും ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള ആ ഒരു റിലയബിലിറ്റി ആക്യുറസി ഒക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട്. റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ്, ജേർണലിസ്റ്റ് ന്യൂസ് സ്റ്റോറീസ് റൈറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി, അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്, എൻഗേജ്മെൻ്റ് ഒക്കെ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആങ്കർ എന്നുള്ളത്. ആങ്കർ എന്നുള്ളത് ഈസ് എ പേഴ്സൺ ടൈപ്പിക്കലി ഓൺ ടെലിവിഷൻ ഓർ റേഡിയോ ഹു പ്രസൻസ് എ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുന്ന ആളാണ് ആൻഡ് കോർഡിനേറ്റ്സ് സെഗ്മെൻറ്റ്സ് ഓഫ് എ ന്യൂസ് പ്രോഗ്രാം. ദേ ആർ ദ ഫേസ് ഓഫ് ദ ന്യൂസ് പ്രോഗ്രാം ആൻഡ് ഡെലിവർ ന്യൂസ് ഇൻ്റർവ്യൂസ് ആൻഡ് ഓഫ്റ്റൻ ഗൈഡ് ദ ഓവറോൾ ഫ്ലോ ഓഫ് ദ ബ്രോഡ്കാസ്റ്റ്. ബ്രോഡ്കാസ്റ്റിൻ്റെ ഓവറോൾ ഫ്ലോ ഗൈഡ് ചെയ്യുന്ന ആളാണ്. ആങ്കർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ കണ്ടിന്യൂറ്റി ബിറ്റ്വീൻ സെഗ്മെൻറ്റ്സ് ആൻഡ് മേ ഓൾസോ റൈറ്റ് സ്ക്രിപ്റ്റ് ഓർ റിസർച്ച് സ്റ്റോറീസ്. അതുപോലെ തന്നെ ഒരു ന്യൂസ് ആങ്കറിൻ്റെ കീ റെസ്പോൺസിബിലിറ്റി എടുത്തു നോക്കുകയാണെങ്കിൽ ന്യൂസ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റി. ആങ്കർ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് റിപ്പോർട്ട് റീഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെഗ്മെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിലൂടെ വ്യൂവേഴ്സിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ദേ മേ ഇൻ്റർവ്യൂ ഗസ്റ്റ് എക്സ്പേർട്സ് പൊളിറ്റീഷ്യൻസ് ആസ് എ പാർട്ട് ഓഫ് ദ ന്യൂസ് പ്രോഗ്രാം. ന്യൂസ് പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് പൊളിറ്റീഷ്യൻസിനെയും അതുപോലെ തന്നെ എക്സ്പേർട്ട് ഗസ്റ്റിനെയും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിനിങ് കണ്ടിന്യൂറ്റി, ആങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് കണക്ട് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ദ ന്യൂസ് പ്രോഗ്രാം എൻഷുറിങ് എ സ്മൂത്ത് ഫ്ലോ. ഈ ഒരു ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ന്യൂസ് പ്രോഗ്രാമിൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദേ മേ റൈറ്റ് സ്ക്രിപ്റ്റ് ഫോർ ദർ ഓൺ സെഗ്മെൻറ്റ്സ്, അവരുടെ ഓൺ സെഗ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദ എൻറ്റയർ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. റിസർച്ച് ആൻഡ് അനാലിസിസ്, ആങ്കേഴ്സ് എന്നുള്ളത് ന്യൂസ് സ്റ്റോറീസ് റിസർച്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ന്യൂസിനെ പറ്റിയിട്ടുള്ള അനാലിസിസ്, അതുപോലെ തന്നെ കമൻ്ററി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജേർണലിസത്തിൽ ലൈവ് ചാറ്റ് എന്നുള്ളത് റെഫർ ചെയ്യുന്നുണ്ട് ടു ദ യൂസ് ഓഫ് റിയൽ ടൈം ടെക്സ്റ്റ് ബേസ്ഡ് കോൺവെർസേഷൻ ടു ഇൻട്രാക്ട് വിത്ത് ഓഡിയൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബേസ്ഡ് കോൺവെർസേഷനാണ്. ആൻഡ് സോഴ്സ് ഡ്യൂറിങ് ന്യൂസ് ഇവൻറ്റ്സ് ഫോസ്റ്റർ ചെയ്യുന്നുണ്ട് എൻഗേജ്മെൻറ്റ് ആൻഡ് പൊട്ടൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇമ്മീഡിയറ്റ് അപ്ഡേറ്റ്സ് ആൻഡ് ഇൻസൈറ്റ്സ്. ഇറ്റ്സ് എ ഫോം ഓഫ് ലൈവ് റിപ്പോർട്ടിംഗ് ദാറ്റ് ലെവറേജസ് ടെക്നോളജി ടു കണക്ട് ജേർണലിസ്റ്റ് വിത്ത് ദർ ഓഡിയൻസിനെ ജേർണലിസ്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജി പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഇനി മോർ ഇമ്മീഡിയറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് വേ, പെട്ടെന്ന് തന്നെ ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന് ജേർണലിസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ, റിയൽ ടൈം ഇൻട്രാക്ഷൻ എന്നുള്ളത് ലൈവ് ചാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജേർണലിസ്റ്റായിട്ട് ഓഡിയൻസ് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. മെമ്പേഴ്സ് ഡയറക്ട്ലി ഡ്യൂറിങ് ന്യൂസ് ഇവൻറ്റ്സ് ഓഫർ ചെയ്യുന്നത് എ പ്ലാറ്റ്ഫോം ഫോർ ക്വസ്റ്റ്യൻസ് കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളത് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ കമൻസിനും ഫീഡ്ബാക്കിനൊക്കെ വേണ്ടിയിട്ടാണ് ഓഫർ ചെയ്യുന്നുള്ളത്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളത്, ഇറ്റ് ക്യാൻ ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി അമംഗ് ന്യൂസ് കൺസ്യൂമേഴ്സ് ആസ് ദേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോൺവെർസേഷൻ ആൻഡ് ഷെയർ ദ പേഴ്സ്പെക്റ്റീവ്സ്. കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സ്പെക്റ്റീവൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കോൺവെർസേഷനിലൂടെ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് എന്നുള്ളത്, ലൈവ് ചാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജേർണലിസ്റ്റ് വിത്ത് വാല്യുബിൾ ഫീഡ്ബാക്ക് ഓൺ ദ റിപ്പോർട്ടിംഗ് ആൻഡ് അലോസ് ദം ടു ഗ്യാദർ ഇൻസൈറ്റ്സ് ഫ്രം ദ ഓഡിയൻസ് ഇൻ റിയൽ ടൈം. ലൈവ് ചാറ്റിൻ്റെ ബെനിഫിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓഡിയൻസിൻ്റെ എൻഗേജ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ലൈവ് ചാറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് ആൻഡ് ലോയാലിറ്റി. റിപ്പോർട്ടിംഗ് എൻഹാൻസഡ്, ഇറ്റ് ക്യാൻ പ്രൊവൈഡ് ജേർണലിസ്റ്റ് വിത്ത് വാല്യുബിൾ ഫീഡ്ബാക്ക് ആൻഡ് ഇൻസൈറ്റ്സ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ റിപ്പോർട്ടിംഗ്. കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നുള്ളത്, ലൈവ് ചാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി അമംഗ് ന്യൂസ് കൺസ്യൂമേഴ്സ്. ഇംപ്രൂവ്ഡ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ബൈ എൻഗേജിങ് വിത്ത് ദ ഓഡിയൻസ് ഡയറക്ട്ലി ജേർണലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റി ഇൻ ദ റിപ്പോർട്ടിങ്ങിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ട്രാൻസ്പെറൻസിയും റിപ്പോർട്ടിലുള്ള ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇനി ലൈവ് ചാറ്റിൻ്റെ ചലഞ്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ മോഡറേഷൻ, മെയിൻറ്റെയിനിങ് എ പ്രൊഡക്റ്റീവ് ആൻഡ് പോസിറ്റീവ് ചാറ്റ് എൻവിറോൺമെൻറ്റ് റിക്വയർസ് careful moderation to address potential issues like negativity or misinformation. ലാർജ് നമ്പർ ഓഫ് ചാറ്റ്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ജേർണലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മസ്റ്റ് ബി ആബിൾ ടു മാനേജ് ദ ടൈം, അവരുടെ ടൈം മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫക്റ്റീവ്ലി ടു എൻഗേജ് വിത്ത് ദ ഓഡിയൻസായിട്ട് എൻഗേജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ എഫക്റ്റീവ്ലി അവരുടെ ആ ഒരു ടൈം മാനേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡെലിവർ ടൈംലി റിപ്പോർട്ട്സ് ആണ് ഈ ഒരു ജേർണലിസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളത്, ഡെലിവർ ചെയ്യുന്നുള്ളത്.
ഓക്കെ, അപ്പോൾ ലൈവ് ചാറ്റിനെ പറ്റി പറഞ്ഞു, ബെനിഫിറ്റ്സിനെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ ചലഞ്ചസിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റേതൊക്കെ ടോപ്പിക്സാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.